ലീഗ ക്രാഫ്റ്റ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചക്കയുടെ പോള വെച്ചിട്ടോ, ചെറിയ ചെറിയ ചക്ക ഉണ്ടാവുന്നില്ല, അതിൻ്റെ പോള വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഫ്ലവർ. ഇതൊരു കുഴപ്പം വരില്ല, നല്ല ബലമുണ്ട്. ഇപ്പോൾ വാർണിഷും കൂടി അടിച്ചിട്ടുണ്ട് കേട്ടോ, അപ്പോൾ ഇനി ഒരുപാട് വർഷം കേടുകൂടാതിരിക്കും. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക, ഇതിനാവശ്യമായിട്ടുള്ള സാധനം എന്താ നോക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ വെച്ചിട്ടുള്ള നമ്മൾ ഈ ചോളകത്തിൻ്റെ പോള വെച്ചിട്ടുള്ള ഫ്ലവർ കേട്ടോ. ഇത് മുമ്പ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് അറിയണമെങ്കിൽ മുമ്പത്തെ വീഡിയോ നോക്കണം കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുക, അതിന് അതിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ആർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക, ഇതിന് ആവശ്യമായിട്ടുള്ള സാധനം എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മളിന്നൊരു വെറൈറ്റി ഐറ്റം വെച്ചിട്ടാണ് ഫ്ലവർ ഉണ്ടാക്കുന്നത്. ഇത് ഈ ചക്കയുടെ പോള ഉണ്ടല്ലോ, ചെറിയ ചെറിയ ചക്ക ഉണ്ടാകുമ്പോൾ അതിന് മുകളിൽ വരുന്ന പോള കേട്ടോ. അപ്പോൾ ഇത് പെയിൻ്റൊന്നും അടിക്കുന്നില്ല, ഇതിൻ്റെ ഒറിജിനൽ കളർ കണ്ടോ, നല്ല കളറാണ്. ഇത് ശരിക്കും നല്ലൊരു എതളിൻ്റെ രൂപത്തിൽ തന്നെ കേട്ടോ. അപ്പോൾ നമ്മളിത് വാർണിഷ് കൊടുത്തിട്ട് സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് കേടുവരില്ല. പിന്നെ ഒരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്, പിന്നെ ഗ്ലൂ ഗൺ എടുത്തിട്ടുണ്ട്, ചെറിയ വേറൊരു പശ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഇല കൊടുക്കാനായിട്ട് കുറച്ച് ഇല വാങ്ങിയ ഇലയാണ് അത്. പിന്നെ ഒരു കത്രിക എടുത്തിട്ടുണ്ട്, പിന്നെ ടാപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സെറ്റ് വാർണിഷും നമ്മളിത് അടിച്ചു കൊടുക്കുന്നതാണ്, ഇത് എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ രണ്ട് മൂന്ന് ഐറ്റം വെച്ചിട്ട് തിരിച്ച് വയ്ക്കാം. അപ്പോൾ നമുക്കത് ഒട്ടിക്കാനായിട്ട് പെട്ടെന്ന് എളുപ്പത്തിൽ പറ്റും കേട്ടോ. ചെറുത് വലുത് അങ്ങനെയായിട്ട് ഒരു 2-3 റൗണ്ട് ഇങ്ങനെ ഒട്ടിച്ച് വരുമ്പോൾ വേർതിരിച്ച് വെച്ചാൽ കുറച്ച് നല്ല വലിപ്പമുള്ളതും ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ. ഇതിങ്ങനെ മുറ്റടിച്ച് വരുമ്പോൾ വീണ് കിടക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഭംഗി തോന്നി. അപ്പോൾ ഞാനിത് വെച്ചിട്ടൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ അത് എടുത്തത്. ഇത് എന്തായാലും ഇത് ഇത് എല്ലാ പ്ലാവിൻ്റെയും താഴെ കിടക്കുന്നുണ്ടാവും, നമ്മൾ നോക്കാത്തതുകൊണ്ടാട്ടോ, ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇത് വെച്ചിട്ട്, അപ്പോൾ ഇതിൽ കുറച്ച് വലിയ ഇതളും കുറച്ച് ചെറിയ ഇതളായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് ഗ്ലൂ തേച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ചെറുതൊന്നെടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഇതിൽ ചെറിയൊരു ഇതെല്ലാം ഒട്ടിച്ചു കൊടുക്കുക. ആദ്യം ചെറുതൊക്കെ ഒന്ന് എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ചെറുതൊക്കെ നോക്കിയിട്ട് നമുക്കതിൽ ഫസ്റ്റൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. എല്ലാതും അങ്ങനെ തരം തിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, ചെറുതും വലുതായിട്ട്. കുറച്ച് അടുപ്പിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക്. ഇത് ഇതിലൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, കറക്റ്റ് ഇതിലിൻ്റെ ഷേപ്പിൽ തന്നെയാണിത്. നല്ലൊരു കളറും കൂടിയാണത്, കളറും കൊടുക്കേണ്ട ആവശ്യമില്ല, നല്ലൊരു കളറായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് കുറേ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. കായ്ക്കുന്ന പ്ലാവിൻ്റെ ചോട്ടിലൊക്കെ ഉണ്ടാവും, നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. അത് രാവിലെ ആയി കഴിഞ്ഞാൽ മുറ്റത്ത് കുറേ വീണ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇന്നും കുറേ പെറുക്കി, ഇന്നലെയും കുറേ പെറുക്കി. ചെറിയ ചക്ക ഉണ്ടാവുന്നതിൻ്റെ മുകളിൽ കാണുന്ന ഒരു പോളയാണ് കേട്ടോ അത്. ഇപ്പോൾ കുറച്ച് ചെറുത് ഒട്ടിച്ചു, അതിൻ്റെ മീതെ കുറച്ച് വലുതും കൂടി ഒട്ടിച്ചു കൊടുത്തു. ഇത് നല്ല വലുത് ഒട്ടിക്കുക കേട്ടോ നമുക്ക് മുകളിൽ. ഇത് ശരിക്കും നല്ലൊരു എതളിൻ്റെ രൂപത്തിലായിട്ട് ഉള്ള കാരണം നമുക്കതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. വലുതും ചെറുതായിട്ട് തരം തിരിച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. ഈ ഗ്ലൂവിൽ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാതെ അവിടെ തന്നെ നിന്നോളൂ കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ഇത് കഴുകാൻ പറ്റുന്ന പൂ തന്നെയാണ്, കഴുകാതെ പറ്റും, ഒരു കുഴപ്പം വരില്ല കേട്ടോ. കുറച്ച് വാർണിഷും കൂടി ലാസ്റ്റിലൊന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാതെ അവിടെ ഇരിക്കും.
ഇടയിലൊക്കെ കുറച്ച് ചെറുതൊക്കെ ഒട്ടിച്ച് കൊടുത്തിട്ട് പിന്നെ കുറച്ച് വലുത് മുകളിൽ ഒട്ടിച്ചിട്ട് പിന്നെ നല്ല വലുത് ഏറ്റവും ലാസ്റ്റ് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇനി കുറച്ച് വലുതൊക്കെയാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ റൗണ്ടിൽ ഈ വലുതൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് വരാം കേട്ടോ. ഇതെല്ലാം കൂടി ഇങ്ങനെ നല്ല കുറച്ച് ഗ്ലൂ ഒക്കെ ഇതിൻ്റെ അടിയിൽ കൂടെ വെച്ച് കൊടുത്തിട്ട് ഇതൊന്നും ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക. ഒന്നും ആവില്ല കേട്ടോ, ഇത് പിടിച്ചങ്ങനെ പൊട്ടിപ്പോകുന്നൊന്നല്ല. നല്ല ബലമുണ്ട്, അത്യാവശ്യം ബലമുണ്ട്. നമ്മളെങ്ങോട്ട് വളച്ച് കഴിഞ്ഞാലും വളയുകയും ചെയ്യും. ഇനി ഇതിലാവാത്ത സ്ഥലത്തൊക്കെ നമുക്ക് തിരിച്ച് പിടിച്ചിട്ട് ഒന്നും കൂടി ഒട്ടിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പിലൊന്നും കൂടി ഒട്ടിക്കാം. ഈ അറ്റത്തും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ ഇതൊന്ന് റൗണ്ട് ക്ലിയറായി കിട്ടിയിട്ടോ. ഫുള്ളായിട്ട് ഇതിന് പെട്ടെന്ന് വിടൊന്നുമില്ല. ഇനി ഇതിനെല്ലാം കൂടി കൂട്ടി പിടിച്ചിട്ട് ഒന്നും കൂടി അമർത്തി കൊടുക്കുക. അപ്പോൾ ഒട്ടാത്തതെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് ഒട്ടിക്കോളും. കണ്ടോ, ശരിക്കും നല്ലൊരു റോസാപ്പൂയി. റോസാപ്പൂ അല്ല, നല്ലൊരു ഫ്ലവർ, നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ടോ, ഇവിടെ കുറച്ച് പച്ച തേച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഗ്രീൻ ടൈപ്പ് അല്ല കേട്ടോ, ബ്രൗൺ ടൈപ്പ് എടുത്തിരിക്കുന്നത്. അത് ഫുള്ളായിട്ടൊന്ന് ചുറ്റി കൊടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഓരോ ഇലകളും ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് വിട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. അടുപ്പിച്ചിട്ട് വെച്ച് കൊടുക്കാതെ ഒന്ന് താഴെ ഒന്ന് മുകളിലായിട്ടാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഒന്ന് താഴത്തും ഒന്ന് മീതെയിട്ടാണ് വെച്ച് കൊടുക്കുന്നതെല്ലാം. എല്ലാം ഇഷ്ടമുള്ളവർക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഞാൻ ഒന്ന് കയറി ഇറങ്ങിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ 4 ഇലയാണ് വെച്ച് കൊടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എത്തുമ്പോൾ കുറച്ച് പശ തേച്ചിട്ട് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പൂവിടെ ചക്കപ്പോളയും കൊണ്ടുള്ളത് പൂവിടെ റെഡി കേട്ടോ. അപ്പോൾ ഒരു പൂവും കൂടി നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഒന്നെടുത്തിട്ട് പൊട്ടിപ്പോയ ഒന്നുണ്ടാവുമല്ലോ, അതിനെടുത്തിട്ട് നമ്മൾ ഇങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട്. ഫസ്റ്റിൽ വെറുതെ ചുറ്റി കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ചെറിയ ചെറിയ ഇതെല്ലാം നോക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഇതിൽ ഇനി കുറച്ച് ഇടത്തരം നോക്കിയിട്ടൊക്കെ നമുക്ക് ഇങ്ങനെ ഓരോന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഒട്ടിക്കുമ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, എന്നാലേ നല്ല ഒട്ടുള്ളൂ. ഇതും നമുക്ക് കുറച്ച് ഇടത്തരം ഉള്ളത് നോക്കി ഒട്ടിച്ചു കൊടുത്തിട്ട് പിന്നെ ലാസ്റ്റ് വലുതൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് റൗണ്ട് ചെയ്തിട്ട് വരാം കേട്ടോ. ഇതും ഒട്ടിച്ചു കൊടുക്കുന്ന ആ ഭാഗം വെച്ചിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ഒട്ടുള്ളൂ. എല്ലാതും ഒന്നും ഒട്ടണ്ടേ. ഇത് നമ്മളൊരു വെറൊരു സ്റ്റിക്കിലാണ് പിടിപ്പിച്ചിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഓരോ റൗണ്ട് വരുമ്പോഴും ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണേ.
ഇതിലും നമ്മൾ കുറച്ച് വലുതൊക്കെ നോക്കിയിട്ട് റൗണ്ട് ചെയ്ത് ഒന്ന് ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. ഈ ഭാഗം ഒന്ന് അമർത്തി കൊടുത്തിട്ട് അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. പെയിന്റ് അടിക്കേണ്ടവർക്ക് പെയിന്റ് അടിക്കാം കേട്ടോ. ഇത് നാച്ചുറൽ ആയിട്ടുള്ള കളറാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഭംഗി തോന്നുന്നത്. ഈ ഒരു കളറ് വാർണിഷ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പം കൂടാതെ അങ്ങനെ ഇരിക്കും. പിന്നെ നമ്മൾ ഈ ഗ്ലൂലാണല്ലോ ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഒട്ടിപ്പും അങ്ങനെ വിടില്ല കേട്ടോ. നല്ല ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരുന്നോളും. ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് നിൽക്കുന്നത് തന്നെ കാണാൻ ഒരു ഭംഗിയാണ്. ശരിക്കും അതെല്ലാം ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കില്ലേ, അതേപോലെ എത്ര റൗണ്ടിൽ വേണമെങ്കിലും റൗണ്ട് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഞാൻ കുറച്ച് വലുതായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഗ്ലൂ വലുതിലൊക്കെ എത്തുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ഒഴിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എടുത്തിട്ട് ഒന്നും കൂടി അപ്പം നമ്മൾ ഇവിടെ ഫുള്ളായിട്ട് ഒട്ടിക്കൽ കഴിഞ്ഞു കേട്ടോ. എല്ലാ ഭാഗത്തും ഒട്ടിച്ചു. ഇത് നമ്മൾ 2 കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇനി നമുക്കിതിൽ തണ്ടിലും കൂടി ഒന്ന് ചുറ്റിയെടുക്കുക. ഒന്ന് നന്നായിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക. ഈ പോരെങ്കിൽ കുറച്ച് സ്റ്റിക്കും കൂടി തേച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി അമർത്തി കൊടുത്താൽ പിന്നെ ഒരു പ്രശ്നം വരില്ല കേട്ടോ. നല്ല ഒട്ടിക്കോളും. 2 ഫ്ലവർ ഇവിടെ ഉണ്ടാക്കൽ കഴിഞ്ഞു. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നാച്ചുറൽ ആയിട്ടുള്ള ഈ കളറാണ് ഇതിന് നല്ല ഭംഗി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പ്ലാവ് ചക്ക അങ്ങനെ ഉണ്ടാവുന്നതിൻ്റെ എല്ലാ പ്ലാവിൻ്റെ അടിയിൽ ഇത് കിടക്കുന്നുണ്ടാവും. ഇത് പെറുക്കിയിട്ട് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി നമുക്കിതൊന്ന് വാർണിഷും കൂടി അടിക്കാം കേട്ടോ. ഇത് സെറ്റ് വാർണിഷാണ്. ഇത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴപ്പം ഇടാതെ അവിടെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ 3 ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം വരാം. ഓക്കെ, താങ്ക് യു.